നമസ്കാരം, കേരള വാർത്ത ഓൺലൈനിലേക്ക് സ്വാഗതം. വാർത്തകളുമായി ഞാൻ രേവതി. ബത്തേരി ഹൈവേ കൊള്ളയിൽ ഉൾപ്പെട്ടവരെ പിടികൂടാനായി ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം അന്വേഷണ സംഘം വലവിരിച്ചത് 4 സംഘങ്ങളായി തിരിഞ്ഞ്. സംഭവം നടന്ന് 24 മണിക്കൂറിനുള്ളിൽ തന്നെ രാജൻ, സുബീഷ്, സുഹാസ് എന്നിവരെ വലയിലാക്കാൻ പോലീസിന് കഴിഞ്ഞു. സുഹാസ് ചാടിപ്പോയെങ്കിലും ഒരു ദിവസം തികയും മുൻപ് വീണ്ടും പിടികൂടി. പിടിയിലായവരിൽ നിഷാന്ത് കൊലപാതകമടക്കം 30 കേസുകൾ പ്രതിയാണ്. സുബീഷ് ഒഴികെ ബാക്കി എല്ലാവർക്കും വിവിധ സ്റ്റേഷനുകളിലായി കേസ് നിലവിലുണ്ടെന്ന് പോലീസ് പറഞ്ഞു. സുഹാസ് 2018 തിരുനെല്ലിയിൽ രാത്രിയിൽ ബസ് തടഞ്ഞു നിർത്തി 2.5 കോടി രൂപ കവർന്ന കേസിലും സതീഷ് 2 കിലോ കഞ്ചാവ് കൈവശം വെച്ച കേസിലും പ്രതിയാണ്. പ്രതികൾ ഉപയോഗിച്ച 2 കാറുകൾ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പ്രതികൾക്ക് പലപ്പോഴും ജയിലിൽ കിടന്നപ്പോഴുള്ള പരിചയമാണുള്ളത്. മുഖ്യ സൂത്രധാരൻ നിർദ്ദേശപ്രകാരം ബംഗളൂരുവിൽ നിന്ന് കോഴിക്കോട്ടേക്ക് വരുന്ന കാർ ആക്രമിച്ച് അതിലുള്ള വിലപിടിപ്പുള്ള വസ്തുക്കളും പണവും അപഹരിക്കുകയായിരുന്നു ലക്ഷ്യം. അതിനായി 2 അതിൽ കൂടുതലോ വാഹനങ്ങളിലായി 2 ദിവസം മുൻപ് തന്നെ പുൽപ്പള്ളിയിലെ രാജന്റെ വീട്ടിൽ സംഘം എത്തിയിരുന്നു. അവിടെ നിന്നാണ് 4-ന് രാത്രി വാഹനം തടഞ്ഞ് ആക്രമിക്കാൻ കല്ലൂർ 67-ലെത്തിയത്. 2 കാറുകളിലും ഗുഡ്സിലുമായി മാരകായുധങ്ങളുമായാണ് സംഘം എത്തിയത്. ബാംഗ്ലൂരിൽ നിന്ന് കോഴിക്കോട്ട് ഭാഗത്തേക്ക് വന്ന കാർ മുഖ്യ സൂത്രധാരന്റെ നിർദ്ദേശപ്രകാരമാണ് ആക്രമിച്ചത്. സന്തോഷ് കുമാറും ഡ്രൈവർ ജിനീഷും സഞ്ചരിച്ച കാർ തന്നെയാണോ അക്രമികൾ ലക്ഷ്യമിട്ടതെന്ന് ഇപ്പോൾ പറയാനാകില്ലെന്ന് പോലീസ് പറഞ്ഞു. ഇവർ ലക്ഷ്യമിട്ടിരുന്ന മറ്റൊരു വാഹനം കൂടി ബാംഗ്ലൂർ ഭാഗത്തു നിന്ന് വന്നിരുന്നതായും സൂചനയുണ്ട്. പണം, സ്വർണം എന്നിവ ഇവർക്ക് ലഭിച്ചിട്ടുണ്ട് എന്നത് സംബന്ധിച്ചും വേറെ വാഹനത്തെയാണ് ലക്ഷ്യം വെച്ചതെങ്കിൽ അത് ഏതാണെന്ന് സംബന്ധിച്ച് അന്വേഷണം നടക്കുകയാണ്. മുഖ്യ സൂത്രധാരനടക്കം ശക്തമായ അന്വേഷണം നടക്കുകയാണെന്ന് പോലീസ് പറഞ്ഞു. ഡിവൈഎസ്പി കെ അബ്ദുൾ ഷരീഫ്, പോലീസ് ഇൻസ്പെക്ടർമാരായ ശ്രീകാന്ത് എസ് നായർ, MA സന്തോഷ് കുമാർ, SI-മാരായ C രാംകുമാർ, ഹരീഷ് കുമാർ, ASI-മാരായ നെൽസൺ ഗോപാലകൃഷ്ണൻ, CPO-മാരായ സബിത് കുമാർ, PS നിയാദ്, സ്മിജു, നൌഫൽ, വിപിൻ, സിജു, അനിൽ, അനീസ്, ഷാജഹാൻ, സന്തോഷ്, മോഹൻദാസ്, അജിത്, രാജേഷ് തുടങ്ങിയവർ വിവിധ സംഘങ്ങളിലായി പ്രതികളെ പിടികൂടുന്നതിന് നേതൃത്വം നൽകി. കേരള വാർത്ത ഫേസ്ബുക്ക്, ഇൻസ്റ്റ, യൂട്യൂബ് എന്നിവ ഫോളോ ചെയ്ത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക.